അതിൽ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിലബസ് കംപ്ലീറ്റ് ചെയ്യലല്ല 700+ പോകാൻ, അല്ലെങ്കിൽ ഒരു നീറ്റ് ക്രാക്ക് ചെയ്യുന്നത്. 700+ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ സാർ എനിക്ക് 700 ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഏതെങ്കിലും പിന്നെ ആന്ധ്രാപ്രദേശിലായാലും കുഴപ്പമില്ല, തെലങ്കാനയിലായാലും കുഴപ്പമില്ല, ഒരു ഗവൺമെന്റ് സീറ്റ് മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത് നോന്നാണ്. സീരിയസ്ലി യു ഹാവ് ടു എയിം ഫോർ 700+. 700 ഈസ് നോട്ട് എന്താ പറയുക അച്ചീവബിൾ അല്ലാത്ത ടാർഗറ്റ് ഒന്നുമല്ല, വെരി മച്ച് അച്ചീവബിൾ ആയിട്ടുള്ള സാധനമാണ് 720 എന്നൊക്കെ പറയുന്ന ആ ഒരു ഓൾ ഇന്ത്യ റാങ്ക് 1ന്റെ മാർക്ക് വെരി മച്ച് അച്ചീവബിൾ. കേരളത്തിലുള്ള കുട്ടികൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഓൾ ഇന്ത്യ ബേസിലും പല കുട്ടികൾ അച്ചീവ് ചെയ്യാറുണ്ട്, നമുക്കും പറ്റുന്ന സാധനം തന്നെയാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ പോരാ. വാട്ട് യു നീഡ് ഈസ് നത്തിങ് മോർ ദാൻ, എനിക്ക് അങ്ങനെ തന്നെ പറയുള്ളൂ, നത്തിങ് മോർ ദാൻ MCQ മാസ്റ്റർ. ഇതാണ് നമുക്ക് വേണ്ട സാധനം. MCQയിൽ നമ്മളൊരു മാസ്റ്ററി കൊണ്ടുവരണം. ആ MCQ മാസ്റ്ററി കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം നമ്മൾ എന്ത് ചെയ്യും, സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. സിലബസ് കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ സിലബസിന്റെ തിയറിയും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദാറ്റ് സ്ട്രാറ്റജീസ് ഡീറ്റെയിൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു സംതിങ്. ഞാനിവിടെ നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിക്കണമെന്നോ ഏത് ചാപ്റ്റർ പഠിക്കണമെന്നോ അല്ല നിങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. നമ്മൾ മിക്കവാറും നിൽക്കുന്നതെല്ലാം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും. എല്ലാവരും മിക്കവാറും മെജോറിറ്റി ഓഫ് ആൾക്കാരും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരായിരിക്കും. ആൻഡ് ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാതെ പഠിക്കുന്ന സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർ, മേ ബി പാർഷ്യൽ ഡ്രോപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഡിപ്പെൻഡ് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സംതിങ് ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു എക്സാം സീരീസ് കൂടെ ഉണ്ടാവുക, ഒരു ഷെഡ്യൂൾ കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാം. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത്തെ അഡ്വൈസ് എന്താ, വെരി ഫസ്റ്റ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഷെഡ്യൂൾ ഫോളോ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും വെച്ചാൽ ഒരു ഷെഡ്യൂൾ എല്ലാവരും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തരുന്നുണ്ടാവും. നിങ്ങളുടെ കാര്യം ഡോപ്പയിലാണെങ്കിൽ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ട്. നിങ്ങൾ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ കൃത്യം 6 മാസം കൊണ്ട് ക്ലാസ് തീരുന്ന രൂപത്തിൽ എല്ലാ മാസത്തിലും ഇത്ര ചാപ്റ്റർ തീർന്ന് അതിൻ്റെ ഗ്രാൻഡ് എക്സാം ഇട്ട് ആ ഒരു ഓർഡറിൽ പോകുന്ന ഒരു ഷെഡ്യൂൾ ഡോപ്പയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്കൊരു ഒരു ഷെഡ്യൂൾ തരുന്നുണ്ടാവും. ഫോളോ ദാറ്റ് ഷെഡ്യൂൾ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഫോളോ ദാറ്റ് ഷെഡ്യൂൾ ഫസ്റ്റ് തിങ്. ബട്ട് അതിനകത്ത് നമ്മൾ റിപ്പീറ്റേഴ്സിന് വേണ്ട ഒരു ടൈം ഇക്വേഷൻ ഉണ്ട്. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിങ്ങനെ കുറേ ഇക്വേഷൻ പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ എന്തായാലും ഈ ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെക്കണം. ദർ ഇസ് എ ടൈം ഇക്വേഷൻ ഫോർ റിപ്പീറ്റേഴ്സ്. വാട്ട് ഈസ് ദാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഇവിടെ ഞാനൊരു ചെറിയ കള്ളത്തരം കളിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈം ഇക്വേഷൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തതിൽ ചെറിയൊരു കള്ളത്തരം കളിക്കുന്നുണ്ട്. ദിസ് ഈസ് ദ മിനിമം ടൈം റിക്വയർഡ് ഫോർ എ സ്റ്റുഡൻറ്റ് എന്നുള്ളതാണ്. ഇതിനകത്ത് ബാർഗെയിനിങ് ഉണ്ടാവാൻ പാടില്ല. ദിർ ഷുഡ് ബി സീറോ വേസ്റ്റേജിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേസ്റ്റേജ് വരാൻ പാടില്ല. സീറോ വേസ്റ്റേജ് ഉള്ള എത്ര വേണം, 9 to 10 hours നിർബന്ധമായിട്ട് വേണം, സീറോ വേസ്റ്റേജ്. അപ്പോൾ വേസ്റ്റേജും കൂടി കണക്ക് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ വിൽ ടെൽ യു ലൈക്ക് ഒരു 11 hours 12 hours ഒക്കെ എടുക്കാം. 11 hours 12 hours ഒക്കെ നമ്മൾ ഇരിക്കണം. ബട്ട് അതിനുള്ളിൽ വേസ്റ്റേജ് ഇല്ലാത്ത നമ്മൾ നല്ല ഫോക്കസ്ഡ് ആയിട്ടുള്ള 9 hours 10 hours എല്ലാ ദിവസവും വേണം. ഇനി അങ്ങോട്ടേക്കുള്ള മൊത്തം ദിവസം ഇപ്പോൾ 7 months എന്ന് പറയുമ്പോൾ ഏകദേശം 200+ ഡേയ്സ് ഉണ്ട്, 210+ ഡേയ്സ് നമുക്ക് വരാനുണ്ട്. അത്രയും ദിവസത്തിൽ 9 to 10 hours വിത്ത് സീറോ വേസ്റ്റേജ് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഹൗ ടു സ്പെൻഡ് ദിസ് 9 to 10 hours എഫക്റ്റീവ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ദ വെരി ഫസ്റ്റ് തിങ് ആൻഡ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, അതാണ് ഞാൻ പറയാം. ഏറ്റവും ആദ്യം ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം ഈ കാര്യത്തിൽ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ അവിടെ സ്ലൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും വിച്ച് ഇസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്നുള്ളത്. ക്യാൻ യു ജസ്റ്റ് ഇമാജിൻ, ജസ്റ്റ് പോസ് ദ വീഡിയോ ആൻഡ് ജസ്റ്റ് ഇമാജിൻ വാട്ട് ഈസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഔട്ട് ഓഫ് ദിസ് 3 things. വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഗസ് ചെയ്ത് ശരിയാണെങ്കിൽ ക്ലാസ് അവേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സാധനം. സാർ എന്താ പറയുന്നത്, സാറിന് വല്ലതും പറ്റിയോ? ഇല്ല, സാറിനൊന്നും പറ്റിയിട്ടില്ല. വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ഇതിനകത്ത് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഈസ് ക്ലാസ് അവേഴ്സ്. നിങ്ങളുടെ റാങ്ക് ഉണ്ടാക്കുന്ന സാധനം എന്താണെന്ന് അറിയോ? വാട്ട് വിൽ മേക്ക് യുവർ റാങ്ക് എന്ന് വെച്ചാൽ ദിസ് ഈസ് 3 to 4 hours ഓഫ് സെൽഫ് സ്റ്റഡി. ഇതാണ് നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഡിറ്റർമിനിങ് ആയിട്ടുള്ള സാധനം. നിങ്ങൾക്ക് എത്ര റാങ്ക് കിട്ടും എന്ന് അറിയണമെങ്കിൽ ആ റാങ്ക് ഡിറ്റർമിനിങ് ആയിട്ടുള്ള സാധനം ഈ സെൽഫ് സ്റ്റഡി മാത്രമാണ്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്തു, കേരളത്തിലുള്ള സോ കോൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ജോയിൻ ചെയ്തു, ഞാൻ ഡോപ്പയിൽ ജോയിൻ ചെയ്തു, എനിക്ക് റാങ്ക് കിട്ടൂല. ഡോപ്പയിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് റാങ്ക് കിട്ടൂല. നിങ്ങൾ ഇനി വലിയൊരു കൊമ്പത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോയത്, കിട്ടൂല, റാങ്ക് കിട്ടൂല. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. നിങ്ങൾക്ക് റാങ്ക് കിട്ടണമെങ്കിൽ യു നീഡ് ടു ഹാവ് സെൽഫ് സ്റ്റഡി. സെൽഫ് സ്റ്റഡിയാണ് നിങ്ങളുടെ റാങ്ക് കിട്ടുന്ന സാധനം. സോ ഐ ക്യാൻ ടേക്ക് ലൈക്ക് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് തിങ്, റൈറ്റ്? ദിസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈസ് സെൽഫ് സ്റ്റഡി. ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് തിങ്, ദ റാങ്ക് ഈസ് ക്രിയേറ്റഡ് ബൈ സെൽഫ് സ്റ്റഡി. റിമെമ്പർ ദാറ്റ് തിങ്. പക്ഷേ അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ് എന്നാൽ ഞാൻ സ്കിപ്പ് ചെയ്യട്ടെ? അത് പറ്റൂലല്ലോ. നമുക്ക് ഈ സെൽഫ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തിയറി ബാക്കപ്പ് വേണ്ടിയോ? ഈ ബാക്കപ്പ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓൺ ആൻ ആവറേജ് എവറി ഇൻസ്റ്റിറ്റ്യൂട്ട് വിൽ ബി കണ്ടക്ടിങ് 6 hours ക്ലാസ് എ ഡേ. സോ ഇത് നിർബന്ധമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സാധനം വിച്ച് ഇസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഔട്ട് ഓഫ് ദിസ് തിങ്. ദിസ് ഈസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് വിച്ച് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്? സെൽഫ് സ്റ്റഡി ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ദെൻ ദർ ഈസ് അനദർ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്? ഇത് പറയാതെ ഏതെങ്കിലും ഒരു എൻട്രൻസ് കോച്ച് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ അടുത്ത് അനുവദിക്കാത്ത ഒരു എൻട്രൻസ് കോച്ചിങ് സ്ഥാപനം ഉണ്ടെങ്കിൽ യു ഹാവ് ടു റിസൈൻ ഫ്രം ദെയർ. എത്രയും പെട്ടെന്ന് തിരിച്ചിങ്ങോട്ട് വരണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ?
എയിംസിൽ അഡ്മിഷൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി എയിംസിൽ അഡ്മിഷൻ കിട്ടി, നീറ്റിൻ്റെ റാങ്ക് 1500, എയിംസ് ഗോരഖ്പൂരിൽ അഡ്മിഷൻ എടുത്ത് അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിൻ്റെ തലേ ദിവസം വീട്ടുകാരൊക്കെ വീട്ടിലേക്ക് എയിംസ് ഗോരഖ്പൂരിൽ കുട്ടീനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പെട്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് രാത്രി, പിറ്റേ ദിവസം അന്ന് രാത്രി ആ കുട്ടി റൂമിൽ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. You know that thing. Why? Because mental health is so important. മെൻ്റൽ ഹെൽത്ത് സോ ഇമ്പോർട്ടൻ്റ് ആണ്. മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യലാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യേണ്ട പ്രൈം മോസ്റ്റ് തിങ്. അത് നമ്മുടെ രാഷ്ട്രപതി ആയാലും പ്രധാനമന്ത്രി ആയാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും നമ്മളായാലും പോലീസുകാരായാലും മന്ത്രിമാരായാലും ഒക്കെ ചെയ്യേണ്ട ഒരേ കാര്യമാണ് മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ദ പ്രൈമറി തിങ്, വാട്ട് ഈസ് ദാറ്റ് തിങ്? യു ഹാവ് ടു സ്ലീപ്പ്. എത്ര മണിക്കൂർ എന്ന് അറിയോ? ഇതിനകത്ത് ഞാൻ ഒരു കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്ന് തുടക്കത്തിലേ പറഞ്ഞതാ. ഇവിടെ ഞാൻ വെച്ചപ്പം ഐ ആഡഡ് ദ മിനിമം അവേഴ്സ്. ഇവിടെ ഞാൻ ആഡ് ചെയ്തത് മിനിമം അവേഴ്സ് ആണ് ഇട്ടത്. ആൻഡ് ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്ന സാധനം ദിസ് ഇസ് ദ മാക്സിമം. ഞാൻ ഇത്രേ പറയുന്നുണ്ടാവാം, 7 to 8 hours നിങ്ങൾ സ്ലീപ്പ് ചെയ്യണം. ഇനി ഇത് മിനിമം ആക്കട്ടെ സാർ, എത്ര ആക്കാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ മിനിമം ഞാനൊരു നമ്പർ എഴുതാം, ഇത് താഴെ പോകില്ല. 6 hours നിങ്ങൾ ഉറങ്ങണം. ഉറങ്ങാത്തടത്തോളം കാലം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് വിൽ ബി ഇൻ ക്വസ്റ്റ്യൻ മാർക്ക്. നിർബന്ധമായിട്ടും ഇത് മെൻ്റൽ ഹെൽത്ത് ക്വസ്റ്റ്യൻ മാർക്കിലായി പോകും. നിങ്ങൾക്ക് ചിലപ്പോൾ MCT കിട്ടും, പക്ഷെ നിങ്ങൾ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യും MCT കിട്ടിയതിന് ശേഷം. വൈ? ബിക്കോസ് യു ഡോണ്ട് ഹാവ് സഫീഷ്യൻറ്റ് മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു ജീവിതം നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാ ഇവിടെ എടുത്തു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എത്ര സമയം സ്ലീപ്പ് ചെയ്യണം? സ്ലീപ്പ് ചെയ്യേണ്ടത് ഞാനിങ്ങനെ പറയാണ് നിങ്ങളോട്, ഞാൻ അങ്ങനെ തന്നെ പറയാം 7 to 8 hours. ഞാൻ 7 to 8 hours നിങ്ങളോട് പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ 6 hours പരിഗണിക്കുള്ളൂ. ഞാൻ 6 hours ആണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ നിങ്ങൾ 4.5 hours 5 hours 5.5 hours കുറയാൻ പാടില്ല. മിനിമം നിങ്ങൾക്ക് 6 hours കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ 7 to 8 hours പഠിച്ചേ പറ്റുള്ളൂ, ഉറങ്ങിയേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള പഠനമൊക്കെ മതി. ആ പഠനത്തിൻ്റെ വേസ്റ്റേജ് ഇല്ലാത്ത സമയം ഞാൻ പറയുകയാണ് ടോട്ടൽ 3 to 4 hours മതി എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇൻക്ലൂഡിങ് വേസ്റ്റേജ് ഒക്കെ 10 to 12 hours നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, 11 to 12 hours നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ സഫീഷ്യൻ്റ് ആണ് മക്കളെ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വാട്ട് വിൽ യു ഡു? നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതായാലും കുഴപ്പമില്ല, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഷെഡ്യൂളിനെ 100% ട്രസ്റ്റ് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൂടെ നിൽക്കണം. നിങ്ങൾ എന്തായാലും അവിടെ ജോയിൻ ചെയ്തു, അവർ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തത് അല്ലേ? അവർ ട്രസ്റ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഷെഡ്യൂളിനെ നിങ്ങൾ 100% മുറുക്കി പിടിച്ചേ പറ്റുള്ളൂ. കാരണം അവർ മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഈ കൂട്ടത്തിൽ എന്നുള്ള കാര്യം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. സോ വാട്ട് വിൽ മേക്ക് യു ദ റാങ്ക്? നിങ്ങൾക്ക് റാങ്ക് കിട്ടുന്ന ഫാക്ടർ ഏതാണ്? റാങ്ക് കിട്ടുന്ന ഫാക്ടർ ദാറ്റ് ഈസ് സെൽഫ് സ്റ്റഡി. സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന സാധനമാണ് നിങ്ങളുടെ റാങ്ക് മേക്ക് ചെയ്യുന്ന സാധനം. സോ ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർ ഇനി മുന്നോട്ട് കണ്ടിട്ട് കാര്യമില്ല എന്ന് കൂടി പറയാം. യു ക്യാൻ ഡ്രോപ്പ് ദിസ് വീഡിയോ റൈറ്റ് നൗ. എനിക്ക് അനലിറ്റിക്സ് കിട്ടും ഏത് പോയിന്റിലാണ് ആൾക്കാർ നിർത്തിപ്പോയെന്നുള്ള കാര്യം. നിങ്ങൾ ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഉറങ്ങിയിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല. ഞാൻ ഉറങ്ങാതെ തന്നെ പഠിക്കും. സ്റ്റോപ്പ് ഇറ്റ് റൈറ്റ് നൗ എന്നുള്ളത് പറയാനുള്ള കാര്യം. ആൻഡ് ഹൗ യുവർ ടൈം സ്ലോട്ട്സ് വിൽ ബി മാനേജ്ഡ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ടൈം സ്ലോട്ടുകളെ നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലേ. ഓരോരുത്തർ ആൾക്കാർക്കും ഓരോ പോലെയാണ് അവരവരുടെ ശീലങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഞാനിതിങ്ങനെ കൃത്യമായിട്ട് ഇത്ര മണിക്ക് ഇന്നത് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വൈ? ബിക്കോസ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓരോരുത്തരുടെയും ശീലം വേറെ വേറെ. ഞാൻ രാവിലെ 6 മണിക്ക് എണീക്കുന്ന ആളാണ് എന്ന് വിചാരിച്ച് നിങ്ങളെല്ലാവരും രാവിലെ 6 മണിക്ക് എണീക്കുന്ന ആൾക്കാരുണ്ടോ? നിങ്ങൾ രാവിലെ 8 മണിക്ക് എണീക്കുന്ന ആൾക്കാരും രാവിലെ 4 മണിക്ക് എണീക്കുന്ന ആൾക്കാരുണ്ടാവും. സോ അങ്ങനെ പറയുന്നില്ല. ഐ എം ജസ്റ്റ് അറേഞ്ചിങ് ടൈം സ്ലോട്ട്സ് ഫോർ യു. ഇത് എന്തിനുള്ള ടൈം സ്ലോട്ടാണെന്നറിയോ? ദിസ് ഈസ് ദ ടൈം സ്ലോട്ട് ഫോർ സെൽഫ് സ്റ്റഡി. വേറെ ഒന്നുമല്ല. ദിസ് ഈസ് ദ ടൈം ഫോർ വാട്ട്? സെൽഫ് സ്റ്റഡി ചെയ്യാനുള്ളതിൻ്റെ എന്താണ് ടൈം സ്ലോട്ടാണ് നിങ്ങളോട് പറയുന്നുണ്ടാവും, നിങ്ങളുടെ സ്വന്തം സ്റ്റഡീസ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 2-3 ടൈം സ്ലോട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു അരമണിക്കൂറിൻ്റെ സ്ലോട്ട് ഉണ്ട്, പിന്നെ ഒരു അരമണിക്കൂറിൻ്റെ സ്ലോട്ട് ഉണ്ട്. ദാറ്റ് ഈസ് സ്ലോട്ട് നമ്പർ 1 ആൻഡ് സ്ലോട്ട് നമ്പർ 2. രണ്ടും അരമണിക്കൂർ വീതമാണ്. രണ്ടും നമുക്ക് ഒരു പാസീവായിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം ഫിസിക്സിൻ്റെയും കെമിസ്ട്രീൻ്റെയും ഫോർമുല റിവ്യൂ. നിങ്ങൾക്ക് ആ ഒരു ഫോർമുല ബുക്ക് ഉണ്ടാക്കാം. യു ക്യാൻ മേക്ക് എ ഫോർമുല ബുക്ക്, ഇക്വേഷൻ ബുക്ക് എന്നൊക്കെ പറയും ചില ആൾക്കാർ. ആ ഒരു ഫോർമുല ബുക്കാണ്. ആ ഫോർമുല ബുക്ക് ഇങ്ങനെ റിവ്യൂ ചെയ്യാനുള്ള സ്ഥലം. ഇറ്റ് ഈസ് നോട്ട് ബൈ ഹാർട്ടിങ്. ഇങ്ങനെ കണ്ടാൽ മതി. S is equal to UT plus half AT square, V is equal to U plus AT. അങ്ങനെ കണ്ടാൽ മതി. വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ട് ഇങ്ങനെ വായിച്ച് പോയാൽ മതി. വാട്ട് വിൽ ഹാപ്പൻ? ദാറ്റ് വിൽ ബൂസ്റ്റ് യുവർ മെമ്മറി. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യും. കെമിസ്ട്രിക്കകത്താണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കെമിസ്ട്രിക്കകത്ത് നിങ്ങളുടെ ഫിസിക്കൽ കെമിസ്ട്രിക്കും ഇതുപോലെ ഫോർമുല ബുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഫിസിക്കൽ കെമിസ്ട്രിക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ ഓർഗാനിക് കെമിസ്ട്രിക്കും ഫോർമുല ബുക്ക് ഉണ്ടാവും. ഓർഗാനിക് കെമിസ്ട്രിയുടെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഒക്കെ എഴുതി വെച്ച സാധനങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ. അത് എത്ര സമയം ഞാൻ പറഞ്ഞത്? ദാറ്റ് ഈസ് അലോട്ടഡ് ഓൺലി 0.5 hours അല്ലേ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ, 30 മിനിറ്റ് സമയം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ചെയ്യാം. മേ ബി വൈകുന്നേരം ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് ഒരു ചായ ഗ്ലാസ് ഇങ്ങനെ കൈ പിടിച്ചിട്ട്, എന്തെങ്കിലും ചായ ഗ്ലാസ് ഉണ്ട്, ചായ ഗ്ലാസ് ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ നോക്കി പേജ് ഇങ്ങനെ മറിച്ച് ചായ ഗ്ലാസ്, ദാറ്റ്സ് സോ ഫൈൻ. ഇങ്ങനെ ചെയ്താൽ മതി. ദിസ് ഈസ് വാട്ട് ഈസ് നമ്മുടെ ഫോർമുല റിവൈസിങ്. അരമണിക്കൂറത്തെ കാര്യമാണ് പറയുന്നത്. ജസ്റ്റ് അരമണിക്കൂറത്തെ കാര്യമാണ് പറയുന്നത്. ആൻഡ് ദർ ഈസ് അനദർ അരമണിക്കൂറിൻ്റെ സ്ലോട്ട്. ആ അരമണിക്കൂറിൻ്റെ സ്ലോട്ട് ഇത് മിക്കവാറും എല്ലാ ആൾക്കാരും മിസ്റ്റേക്ക് ചെയ്യുന്ന സാധനമാണ്. വെരി വെരി ബിഗ് മിസ്റ്റേക്ക് ചെയ്യുന്ന സാധനമാണ്.
ഈ അരമണിക്കൂറിൻ്റെ സ്ലോട്ട് ചില ആൾക്കാർ 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂറൊക്കെ ആക്കും. ഇത് എന്തിൻ്റെ അരമണിക്കൂറാണെന്നറിയത്? ദിസ് ഈസ് ദ ടൈം ടു ഫോക്കസ് ഓൺ യുവർ കറണ്ട് ടോപ്പിക്. കറണ്ട് ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ടോപ്പിക്കില്ലേ, ഇന്ന് നിങ്ങളെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ ഇന്നിരുന്ന് പഠിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ഇന്നിരുന്നത് പഠിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം, അത് വായിക്കേണ്ട ആവശ്യം നിർബന്ധമൊന്നുമില്ല. അരമണിക്കൂറുണ്ട്. കാരണം ബേസിക് കാര്യം നമ്മൾ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ക്ലാസ്സിൽ നല്ല ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുന്നുണ്ട്. പരമാവധി ശ്രദ്ധിച്ചാൽ ക്ലാസ്സിൽ ഇരിക്കുന്ന ക്ലാസ്സിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ്. ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുക, കാര്യങ്ങളൊക്കെ ഒന്നൊന്ന് ഓടിച്ച് വായിക്കുക. അതിന് സ്പെൻഡ് ചെയ്യേണ്ട സമയം എത്ര? അരമണിക്കൂർ. അതിൽ കൂടുതൽ നമ്മൾ ചെയ്യുന്നുണ്ടാകും. ഇപ്പോഴുള്ള സാധനങ്ങൾ അതിൻ്റെ NCERT വായിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ തിയറി വായിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം സ്പെൻഡ് ചെയ്യുക? അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇന്ന് പഠിക്കുന്ന സാധനം അതോടുകൂടി ക്ലോസ് ചെയ്ത് വെക്കണം. ആൻഡ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് 2 സ്ലോട്ട്സ്? ഇവിടെ നോക്കിക്കോ, സ്ലോട്ട് 3 ആൻഡ് സ്ലോട്ട് 4. നിങ്ങൾക്ക് 2 hours and 2 hours വെച്ചിട്ടുള്ള സ്ലോട്ട് 3 ആൻഡ് സ്ലോട്ട് 4 വെച്ചിട്ടുണ്ട്. സോ മൊത്തം ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് 4 മണിക്കൂർ സ്ലോട്ട് അവിടെ വെച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ 4 മണിക്കൂർ സ്ലോട്ട് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് നമ്മുടെ MCQ ഗ്രൈൻഡാണ്. നമ്മൾ MCQ പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണ്. ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ എന്താ ചെയ്യുന്നുണ്ടാവുക? MCQ ഇങ്ങനെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണ്. ഡു മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് ടൈം. ഇതാണ് നമ്മളിവിടെ ചെയ്യേണ്ട സാധനം. ഇത് ഏത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ മുന്നിലുള്ള നെക്സ്റ്റ് എക്സാം ഉണ്ട്, നിങ്ങൾക്ക് തൊട്ട് മുന്നിലുള്ള എക്സാം. മിക്കവാറും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും വീക്കിലി എക്സാം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീക്കിലി എക്സാം നിർബന്ധമാണ് കേട്ടോ. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വീക്കിലി എക്സാം വേണം. ഈ വീക്കിലി എക്സാം ഇല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല. ആ വീക്കിലി എക്സാമിൻ്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് നേരത്തെ തരുകയും ചെയ്യണം. അടുത്ത വീക്കിലി എക്സാം ഏതാണെന്നൊരു ഒരാഴ്ച മുന്നേ നിങ്ങൾ അറിയണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അന്നു പഠിപ്പിച്ച സാധനം ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നു, പൂട്ടി വയ്ക്കുന്നു. ആൻഡ് വാട്ട് വിൽ ബി ഡു? വിൽ പ്രാക്ടീസ് ഫോർ ദ നെക്സ്റ്റ് എക്സാം. നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള MCQ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ സപ്പോസ് നെക്സ്റ്റ് എക്സാം ബയോളജി ആണെങ്കിലോ MCQ പ്രാക്ടീസ് ചെയ്യണോ? വേണ്ടടാ. നെക്സ്റ്റ് എക്സാം ബയോളജി ആണെങ്കിൽ ആ ബയോക്ക് മിനിമം സമയം അലോട്ട് ചെയ്യുക. മാക്സിമം മിനിമം കൊടുത്താൽ മതി. ഒരു 1 or 2 or 3 hour കൊടുത്തിട്ട് ഫിസിക്സും കെമിസ്ട്രിയും പ്രാക്ടീസ് ചെയ്യാം. എവറി ഡേ നമ്മൾ എന്ത് ചെയ്യണം? ഫിസിക്സ് പ്രാക്ടീസ് ചെയ്യണം. എവറി ഡേ ഫിസിക്സ് പ്രാക്ടീസ് ചെയ്യണം. ഒരു 4 hours എങ്കിലും. ഞാനിപ്പോൾ ഇത് പറയുകയാണെ, നിങ്ങൾക്ക് ഇവിടെ 2 hours ഇട്ട സാധനം നിങ്ങൾക്ക് ഒരു 1.5 hours എങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾക്ക് 2 സ്ലോട്ട് കണ്ടുപിടിക്കണം. ദിസ് ഈസ് വാട്ട് ഈസ് സെൽഫ് സ്റ്റഡി നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളാണ്. ആൻഡ് ഫൈനലി there is ഒരു കുട്ടി സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ് കുട്ടി സാധനം ഫൈനലി വെച്ചിട്ടുള്ളത്? സോ ദാറ്റ് ഈസ് 15 minutesൻ്റെ 15 മിനിറ്റിൻ്റെ ഒരു സാധനം ഉണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ നൈറ്റ് റിവിഷനാണ്. മിക്കവാറും ആൾക്കാരൊക്കെ ഇപ്പോൾ എനിക്ക് മെസ്സേജ് ചോദിക്കും, സാറേ നമ്മൾ റിവിഷൻ എപ്പോൾ ചെയ്യും? റിവിഷൻ ചെയ്യാൻ 15 മിനിറ്റോട്ട് ഒരു ചാപ്റ്റർ ഇങ്ങനെ നിങ്ങളുടെ ഫോർമുല ബുക്ക് യു ക്യാൻ യൂസ്. നമ്മുടെ ഫോർമുല ബുക്കിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഷോർട്ട് നോട്ട്സുകൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഇക്വേഷൻ ബുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് നൈറ്റ് ഉറങ്ങാൻ നേരത്തെ ഇങ്ങനെ കറക്റ്റായിട്ട് നോക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഗോ ആൻഡ് സ്ലീപ്പ് വെരി വെൽ. അടിപൊളിയായിട്ട് കിടന്നുറങ്ങുക. എത്ര സമയം ഉറങ്ങുക? 7 മുതൽ 8 മണിക്കൂർ വരെ. ഐ റിപ്പീറ്റ് ദാറ്റ് തിങ്. സോ ദിസ് ഷുഡ് ബി നിങ്ങളുടെ സെൽഫ് സ്റ്റഡീൻ്റെ റുട്ടീൻസ് ഇങ്ങനെ ആയിരിക്കണം. ഇതിൽ ഏത് ചാപ്റ്ററിന് ഞാൻ എന്തുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത്? കാരണം നിങ്ങൾ ഓരോരുത്തരും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് ചാപ്റ്റർ ആയാലും അന്നു പഠിച്ച ചാപ്റ്റർ 2 മണിക്കൂർ വായിക്കുക, അത് പൂട്ടി വയ്ക്കുക. നേരെ മുന്നിലുള്ള എക്സാമിൻ്റെ ചാപ്റ്റർ എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. നേരെ മുന്നിലുള്ള എക്സാം ബയോളജി ആണെങ്കിൽ വാട്ട് യു ഹൗ ടു ഡു? ബയോളജി മിനിമം സമയം കൊടുക്കുക. ഫിസിക്സ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. കെമിസ്ട്രി എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. എസ്പെഷ്യലി നമുക്ക് ഏതാണോ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതിനാണ് ഏറ്റവും കൂടുതൽ സമയം കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് MCQ മാസ്റ്ററി ഭയങ്കര നിർബന്ധമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അടുത്ത 7 മാസവും നിങ്ങൾ MCQ ചെയ്യണം. സിലബസ് കഴിഞ്ഞിട്ട് MCQ ചെയ്താൽ പോരാ, എക്സാം എഴുതിയിട്ട് MCQ ചെയ്താൽ പോരാ, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. യു ഹാവ് ടു സ്റ്റാർട്ട് ഡൂയിങ് MCQs ഫ്രം റൈറ്റ് ഹിയർ. ഇവിടെ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. യു നീഡ് ടു ബി എ മാസ്റ്റർ ഓഫ് MCQ. സോ ഐ ഹോപ്പ് എങ്ങനെയാണ് നിങ്ങളുടെ സെൽഫ് സ്റ്റഡീനെ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള കാര്യം. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാണ്. ഇനിയുള്ള നമ്മളെ ടോട്ടൽ 7 മാസം ഞാനൊരു കംപ്ലീറ്റ് റോഡ് മാപ്പ് പോലെ റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് +2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേറൊരു വീഡിയോ ചെയ്തു തരാം. അവരുടെ ഒരു മാപ്പ് പറയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫേസിനെ ഞാൻ മൊത്തം 3 phase ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദർ ഈസ് phase 1, phase 2 ആൻഡ് phase 3. 3 phase ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഹിയർ ഈസ് ദ phase 1. phase 1 നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയമാണ്. സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, സബ്ജക്ട്സ് കവർ ചെയ്യുക, എല്ലാ ചാപ്റ്ററും കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി ഉണ്ടാവുക. സോ വി വിൽ അലോട്ട് 3 months. 3 months എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒക്ടോബർ ഉണ്ട്, നവംബർ ഉണ്ട്, ഡിസംബർ ഉണ്ട്. ലേറ്റ് ആയിട്ട് തുടങ്ങിയ ആൾക്കാർക്കാണെങ്കിൽ ജാനുവരി വരെ സമയം എടുക്കാൻ വേണ്ടി പറ്റും. സോ സിലബസ് കവർ ചെയ്യുന്ന സമയത്തിന് 3 മാസം എന്നല്ല ഞാൻ പറയുന്നത്, സിലബസ് ടോട്ടലി കവർ ചെയ്യുന്ന സമയത്തിനാണ് പറയുക. എങ്ങനെയാണ് സിലബസ് കവർ ചെയ്യേണ്ടത്? ഫോളോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഷെഡ്യൂൾ. വീണ്ടും പറയാണ് കേട്ടോ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഷെഡ്യൂൾ കവർ ചെയ്തെടുക്കുക. നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോപ്പൈൻ ആണെങ്കിൽ ഡോപ്പൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പക്കാണ്, 100% ഗ്യാരണ്ടീഡ്. ദാറ്റ് ഇസ് മൈ പ്രോമിസ്. നിങ്ങളുടെ ചാപ്റ്റർ സമയത്ത് തീർന്നിട്ടുണ്ടാവും. കൃത്യമായിട്ട് സ്പേസിൽ അവസാനം ഓടിച്ചിട്ട് തീർക്കുന്ന പരിപാടിയൊന്നുമില്ല. നല്ല
കൃത്യമായിട്ട് തീർത്ത് തരും, ഒരു പേടിയും പേടിക്കേണ്ട എന്നുള്ള കാര്യമാണ്. സോ വാട്ട് യു ഹാവ് ടു ഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം മന്ത് 1 എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഒക്ടോബർ മാസം മന്ത് 2 സാധനങ്ങൾ, മന്ത് 3 സാധനങ്ങൾ, മന്ത് 3 ആകുമ്പോഴത്തേക്ക് 100% കംപ്ലീഷനെ പറ്റിയിട്ട് മാത്രം ആലോചിച്ച് നോക്കുക. ഈ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ യു ഹാവ് ടു ഡു ദ MCQs. കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ MCQs പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനിങ്ങനെ പറയുകയാണെങ്കിൽ 60 to 80+ MCQs ആണ് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടി വരിക. ലാസ്റ്റ് മാസം ആകുമ്പോഴത്തേക്കും മേ ബി ബൈ ഡിസംബർ ജാനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും യു ഹാവ് ടു ഗെറ്റ് എ ഫൈനൽ. ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു ടേക്ക് യുവർ ഫസ്റ്റ് ഫുൾ മോക്ക് എക്സാം ഇട്ട് നോക്കണം. ആദ്യത്തെ ഫുൾ മോക്ക് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുന്നത് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും. സോ ഇതാണ് ആദ്യത്തെ ഫേസ്. ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഷെഡ്യൂൾ ഫോളോ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഷെഡ്യൂൾ ഫോളോ ചെയ്ത് ഫൈനൽ വരെ എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രൈമറി ജോബ് എന്താ, ഇപ്പോൾ കംപ്ലീഷൻ ആണ് ആൻഡ് നമ്മുടെ കൺസെപ്റ്റ് അക്വിസിഷൻ ആണ് ആൻഡ് ഓൾസോ MCQ പ്രാക്ടീസ് ആണ്. ഇതാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. കൺസെപ്റ്റ് അക്വിസിഷൻ എന്ന് പറയുന്ന സമയത്ത് ഉറപ്പായിട്ട് MCQ പ്രാക്ടീസ് ആണ്. MCQ പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾക്ക് കൺസെപ്റ്റ് ശരിയാവില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ്. ആൻഡ് സെക്കൻഡ് തിങ്, ഫേസ് 2 വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മുടെ റിവിഷൻ്റെ ഫസ്റ്റ് ഫേസ് ആണ് കേട്ടോ. ഫസ്റ്റ് ഫേസ് റിവിഷൻ നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ഫേസ് ഓഫ് റിവിഷൻ ആണ് നമുക്ക് നടക്കുന്നുണ്ടാവുക. ഇത് അപ് ടു ഏപ്രിൽ വരേക്കാണ്. അപ്പോൾ നമുക്കറിയാൻ വേണ്ടി പറ്റും ജാനുവരി തീർന്ന ജാനുവരി, മാർച്ച്, ഫെബ്രുവരി സമയത്താണ് ഇവിടെ ഈ എന്താ പറയുക നമുക്ക് ഇവിടെ നടക്കുന്നുണ്ടാവുക. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നിരന്തരമായിട്ട് ടെസ്റ്റ് എഴുതണം. എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ ടെസ്റ്റ് എഴുതണം. ആൻഡ് ദർ ഈസ് മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് റിവിഷൻ. നമുക്ക് ഇവിടെ റൗണ്ട് ഓഫ് റിവിഷനാണ്, മൾട്ടിപ്പിൾ റൗണ്ടാണ് റിവിഷൻ നടക്കേണ്ടി വരുന്നുണ്ടാവുക. ഈ സമയത്ത് റിവിഷൻ ചെയ്തേ പറ്റുള്ളൂ. ചില ആൾക്കാരുണ്ട് ഇപ്പോൾ നമുക്ക് ഏപ്രിൽ വരേക്കും സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സമയം എടുക്കും. ഡോണ്ട് യൂസ് ദാറ്റ് തിങ്. യു ഹാവ് ടു ഫിനിഷ് ദ സിലബസ് ബൈ ഡിസംബർ ജാനുവരി. ഡിസംബറിൽ തീർക്കണം. ഡിസംബറിൽ തീർത്തിട്ടേ കാര്യമുള്ളൂ. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് തീർത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഷെഡ്യൂൾ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. സോ ഈ സമയത്താണ് റിവിഷൻ വേണ്ടിയിട്ടുള്ളത്. റിവിഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പക്ഷെ ഒറ്റ കാര്യം ഓർക്കാം, മൾട്ടിപ്പിൾ റിവിഷൻ റൗണ്ടാണ്. റിവിഷൻ്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെ കുറേ റൗണ്ട് ചെയ്തു പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിന് പാരലായിട്ട് നിങ്ങളുടെ സ്കോറിൻ്റെ ഗ്രാഫും തന്നെ മേളിലേക്ക് കയറിക്കോളും. അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിർബന്ധമായിട്ട് നമുക്കറിയാൻ വേണ്ടി പറ്റും വീക്ക്ലി 2 മോക്ക് എക്സാം ഒക്കെ എഴുതിയിട്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. ഡോപ്പയുടെ ഒരു മാരത്തോൺ ടെസ്റ്റ് സീരീസും റിവിഷൻ സീരീസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ DTS ഉണ്ട്, ഡോപ്പ ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഇഫ് യു ആർ ജോയിനിങ് ദാറ്റ് തിങ് യു വിൽ ബി ഗെറ്റിംഗ് ഓൾ ദീസ് കൈൻഡ് ഓഫ് ടെസ്റ്റ് സീരീസും എല്ലാ സാധനങ്ങളും കിട്ടും. ആൻഡ് നമ്മുടെ മിസ്റ്റേക്ക് നോട്ട്ബുക്ക്, ഓരോ എക്സാം കഴിയുമ്പോഴും നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ സാധനം നോക്കുക, അതിനെ നോക്കി അങ്ങനെ പോകുന്ന സാധനങ്ങളാണ്. ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ ഇപ്പോൾ, അതായത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒക്ടോബറിലോ നവംബറിലോ ഡിസംബറിലോ ഒക്കെ ആണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട് ഈ ഫേസിനെ പറ്റി കാര്യമായിട്ട് ആലോചിക്കേണ്ട. നിങ്ങൾ ഏത് ഫേസിനെ പറ്റി ആലോചിച്ചാൽ മതി, ഈ ഫേസിനെ പറ്റി ആലോചിച്ചാൽ മതി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഷെഡ്യൂൾ ഫോളോ ചെയ്ത് പോയി കംപ്ലീറ്റ് ചെയ്യുന്ന MCQs ഡെയിലി ഒരു 60 to 80+ MCQs. ഇത് എവിടെ നിന്നാ, ബയോളജി എന്നല്ല കേട്ടോ, ഫിസിക്സിൽ നിന്ന് ഇത്ര MCQs ഒക്കെ ചെയ്തു പോകുന്ന തരത്തിനെ പറ്റി മാത്രം ആലോചിക്കുക. ആൻഡ് ദിസ് തിങ് വി വിൽ ഡു ദാറ്റ് അറ്റ് ദ റിവിഷൻ ടൈം. ആ സമയത്തേക്ക് ജാനുവരി സമയത്തേക്ക് വിശദമായിട്ട് വീഡിയോസും സാധനങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടി പറ്റുന്നതാണ്. സമയത്ത് ഓർത്തിരിക്കുക, നമ്മൾ ലേൺ ചെയ്യല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്, വി ആർ കൺവേർട്ടിംഗ് ലേണിംഗ് ഇൻ ടു എ റാങ്ക്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ് അല്ല, ലേണിംഗ് ഫേസ് നമ്മൾ ആദ്യത്തെ ഫേസിൽ ഇപ്പോൾ തീർക്കണം. That is the time. This time we have to complete the learning phase. Very very important. And the last month എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും മക്കളെ മാസം? ലാസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസം ഈസ് നമ്മളുടെ തേർഡ് ഫേസ് പോകേണ്ട സാധനമാണ്. ലാസ്റ്റിലത്തെ മാസം, അല്ലെങ്കിൽ മേ ബി മാർച്ച് ലാസ്റ്റ് മുതലുള്ള സമയത്താണ് യു ഹാവ് ടു അറ്റൻഡ് കുറേ ഫുൾ മോക്ക് എക്സാം. കറക്റ്റ് എക്സാമിൻ്റെ രൂപത്തിൽ 2 to 5 ഇരുന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കറക്റ്റായിട്ട് എക്സാം സിമുലേഷൻ വേണം, ഫ്രീക്വൻസീസ്, എക്സാം കൂടുതലായിട്ട് എഴുതി തുടങ്ങണം, ഫൈനൽ റിവിഷൻസ് കൊടുക്കേണ്ട സാധനമാണ്. അങ്ങനെ പോകേണ്ട സാധനമാണ്. നമ്മൾ നല്ല സ്റ്റെബിലിറ്റി സാധനങ്ങളും കൊണ്ടുവരുന്ന സംഗതികളാണ്. സോ ഇതാണ് ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് റിവിഷൻ ആൻഡ് നിങ്ങളുടെ ഫൈനൽ ഇതിനകത്തേക്ക് തന്നെ പോകുന്ന സാധനം. ആൻഡ് റിപ്പീറ്റേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഈ ഗ്രാഫ് ശരിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്ന് വേണം എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. റിപ്പീറ്റേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ദിസ് ഈസ് നമ്മുടെ ഇന്നത്തെ ഡേറ്റ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മുതൽ നമ്മൾ ഇതാ ഇങ്ങനെ തറയിൽ കൂടി ആയിരിക്കും പോകുക. നമുക്ക് ഒരു വളർച്ച, ഒരു ഗ്രോത്തും സാധനങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയാണ് പോവുക. അപ്പോൾ ഈ ഫേസിൽ നമ്മളിപ്പോൾ ഒരു വീക്ക്ലി, ഞാനിങ്ങനെ പറയുകയാണെങ്കിൽ വീക്ക്ലി ഒരു 2 to 3 ചാപ്റ്റർ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും. നമ്മൾ പഠിച്ചാൽ തീരില്ല. 2 to 3 ചാപ്റ്റേഴ്സ് പോലും വീക്ക്ലി പഠിച്ചാൽ തീരില്ലാത്ത ഭയങ്കര കഷ്ടപ്പെടുന്ന ഒരു ഫേസ് ആയിരിക്കും നമുക്ക് ഇവിടെ ഉണ്ടാവുക. ദിസ് വിൽ ബി അപ് ടു, ഞാൻ എങ്ങനെ തന്നെ പറയാം, ദിസ് വിൽ ബി അപ് ടു യുവർ മാർച്ച് വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതിനകത്ത് നിങ്ങളാരെങ്കിലും ഡിസംബർ ആയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് കോൺഫിഡൻസ് അങ്ങോട്ട് വരുമെന്ന് വിചാരിക്കേണ്ട. ഓട്ടോമാറ്റിക്കലി വരില്ല. ഇറ്റ് വിൽ ബി അപ് ടു മാർച്ചിങ്ങിലായിരിക്കും. മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് വിൽ ഗ്രാജുവലി കുത്തനെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങും. പെട്ടെന്ന് മേളിലേക്ക് ഇമ്പ്രൂവ് ചെയ്യും. യു വിൽ ബി റീച്ചിങ് ഇൻ ദ റിസൾട്ട്സ്. ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് ഉണ്ടാവുക. സോ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇനീഷ്യലി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറുന്ന പോലെയാണ് നമ്മുടെ ഗ്രാഫ് ഉണ്ടാവുക എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കിയിരിക്കുക. മാർച്ച് വരെ ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ആലോചിച്ച് നോക്കിയോ, ഇപ്പം നിങ്ങൾ 2 മുതൽ 3 ചാപ്റ്റർ വരെ തീർക്കാൻ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ ഒരു ഫേസിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും 1 ഡേയിൽ, ഇതൊരു വീക്ക് കൊണ്ടാണ്,
1 ഡേ കൊണ്ട് 2 മുതൽ 3 ചാപ്റ്റർ തീർക്കുന്ന പോലെയും അതുപോലെ 1 ഡേ കൊണ്ട് 10 മുതൽ 15 ചാപ്റ്റർ തീർക്കുന്നത് പോലെയൊക്കെ നിങ്ങൾ ഇമ്പ്രൂവ് ആവും ഓട്ടോമാറ്റിക് സാധനമാണ്. വിത്ത് ദ റിവിഷൻ യു വിൽ ഇംപ്രൂവ് വെരി 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 മച്ച്. അതിനുവേണ്ടി നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഈ പറയുന്ന ഡിഫറെൻറ്റ് ഫേസുകളുടെ ഉള്ളിൽ കൂടി തന്നെ കടന്നു പോകണം. ഈ 2 ടൈമിനെ തന്നെ 2 ഫേസ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യേണ്ട സാധനമാണ്. ഡോണ്ട് ഡു എനിത്തിങ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഷെഡ്യൂൾ മാത്രം ഫോക്കസ് ചെയ്യുക, വേറെ ഒന്നും ഫോക്കസ് ചെയ്യരുത്. നിങ്ങളിപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കണം, ആ ചാപ്റ്റർ പഠിക്കണം, അങ്ങനത്തെ പ്ലാൻസ് ഒന്നും വേണ്ട. ഫോക്കസ് ഓൺ യുവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഷെഡ്യൂൾ. രണ്ടാമത്തെ സമയത്ത് സ്റ്റാർട്ട് റിവിഷൻ, മൾട്ടിപ്പിൾ റൗണ്ട് ഓഫ് റിവിഷൻ തുടങ്ങി ഒരു എൻഡിലേക്ക് എത്തുന്ന സമയത്തേക്ക് യു വിൽ ബി ഷോയിങ് ഇംപ്രൂവ്മെന്റ്. എവ്രിബഡി ഓഫ് യു വിൽ ബി ഷോയിങ് ഇഫ് യു ആർ ഹാവിംഗ് ദ ഗ്രിറ്റ്. നിങ്ങൾക്ക് ആ ഗ്രിറ്റ് ഉണ്ടെങ്കിൽ, ആ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ ഐ ഡോണ്ട് ഹാവ് ടു ടെൽ എനിത്തിങ് മോർ. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ പ്ലാൻ എന്നുള്ളത്. ആൻഡ് ഡോണ്ട് ടേക്ക് ദിസ് ആസ് ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ടൊന്നും എടുക്കരുത്. ദിസ് ഈസ് നോട്ട് എ മോട്ടിവേഷൻ. ഐ എം നോട്ട് എ മോട്ടിവേറ്റർ, ഒരു മോട്ടിവേഷൻ സ്പീക്കർ, അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല. ഈ മോട്ടിവേഷൻ സ്പീക്കറും മോട്ടിവേറ്റേഴ്സൊക്കെ എന്താ ചെയ്യുന്നുണ്ടാവുക, അവർ വന്നിട്ട് നിങ്ങൾ സച്ചിൻ്റെ കഥ പറയും, മെസ്സിയുടെ കഥ പറയും, റൊണാൾഡോയുടെ കഥ പറയും, അവർക്ക് പറ്റിയെങ്കിൽ നിങ്ങൾക്ക് പറ്റിയെന്ന് പറയും. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്, ശരിക്കും സന്തോഷമല്ലേ. മെസ്സിക്ക് പറ്റിയെങ്കിൽ പിന്നെ എനിക്ക് പറ്റൂലേ? പറ്റും, ഉറപ്പായിട്ടും പറ്റും. പക്ഷേ തിങ്ക് അബൌട്ട് ദാറ്റ് തിങ്. മെസ്സി എന്ന് പറയുന്ന അയാളിങ്ങനെ വെറുതെ പറ്റിയതൊന്നുമല്ല, നല്ല കഷ്ടപ്പെട്ടതാണ്. സോ ഡോണ്ട് ടേക്ക് ദിസ് ആസ് എന്താ പറയുക, മോട്ടിവേഷൻ വീഡിയോ ആയിട്ടും സാധനങ്ങളായിട്ടൊന്നും എടുക്കണ്ട. ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് ഇൻസ്ട്രക്ഷൻസ്. ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എടുക്കുക. ആൻഡ് കൃത്യമായ ഗൈഡൻസ് ഉണ്ട്. ആ ഗൈഡൻസ് അനുസരിച്ച് കൃത്യമായിട്ട് പണിയെടുക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല. നല്ല അധ്വാനിക്കുന്ന കുട്ടികളെയാണ് ഡോക്ടറായിട്ട് വേണ്ടത്. അല്ലാതെ നമ്മളിങ്ങനെ ഉഴപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്ന കുട്ടികളെ നമുക്ക് ഡോക്ടറായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ കുട്ടികൾ ഡോക്ടർ ആവുകയില്ല, അത് വേറെ കാര്യം. അപ്പോൾ പ്രത്യേകിച്ച് ഷോർട്ട് കട്ടൊന്നുമില്ല, നല്ല രൂപത്തിൽ പണിയെടുക്കുക എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് ഫേസുകളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 എന്ന് 3 ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് ആദ്യത്തെ ഫേസിൽ നമുക്ക് ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ആദ്യത്തെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമുക്കിപ്പോൾ ചെയ്യേണ്ട കാര്യം. സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഷെഡ്യൂൾ നോക്കുക എന്നുള്ളതാണ്. ആൻഡ് റിമെമ്പർ ദിസ് തിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് റാങ്ക് ഉണ്ടാക്കി തരുന്ന സാധനം നിങ്ങളുടെ സെൽഫ് സ്റ്റഡി ആണ് എന്നുള്ള കാര്യമാണ്. സോ ആ സെൽഫ് സ്റ്റഡീൻ്റെ ടൈം ബ്രേക്കിങ്ങിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. കുട്ടികൾ സാധാരണഗതിയിൽ മണ്ടത്തരം ചെയ്തത് അന്നു പഠിപ്പിക്കുന്ന സാധനം ഒരു 3 മണിക്കൂർ ഇരുന്ന് വായിക്കും. ദാറ്റ് ഈസ് മണ്ടത്തരം. ഡോപ്പയിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഞാൻ കുട്ടികളെ കണ്ടിട്ടുണ്ട് 6 മണിക്കൂർ ക്ലാസ് എടുത്ത സാധനം 6 മണിക്കൂർ എടുത്ത് പഠിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. സോ ദാറ്റ് വിൽ ബി കില്ലിങ് യു എന്നുള്ളതാണ് പറയാനുള്ളത്. സോ അന്ന് പഠിപ്പിച്ച സാധനം ഒരു അരമണിക്കൂർ കൊണ്ട് കൂട്ടി വയ്ക്കുക. അരമണിക്കൂർ കൊണ്ട് പഴയ ഇക്വേഷൻ ബുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഒരു 1.5 മണിക്കൂറിന് 2 മണിക്കൂറിന് 2 സെഷൻസ് എങ്കിലും MCQ പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി MCQ പ്രാക്ടീസ് ഒരു 60 to 80+ ആക്കി വെക്കുക. കൂട്ടുക, അതിൻ്റെ മേളിലേക്ക് 100, 150, 200, 250 ഒക്കെ പോസിബിൾ ആണ് വിത്ത് ദ റെഗുലർ പ്രാക്ടീസ്. സോ remember this thing. This is the current work you have to do and you will be finishing your schedules by January, December. Okay, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഷെഡ്യൂൾ ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവും. സോ ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ദിസ് തിങ് ആൻഡ് സ്പെസിഫിക്കലി ഐ എം ടെല്ലിങ് ദിസ് ഈസ് ഇൻ വ്യൂ ഓഫ് കേരള സ്റ്റുഡൻസ്, നോട്ട് എ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ചെയ്ത് അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനമല്ല ഇതാണ് ഉണ്ടാവുക. സോ ടേക്ക് ഇറ്റ് ആസ് എ ജെനുവിൻ ഇൻസ്ട്രക്ഷൻ ആൻഡ് വർക്ക് ഓൺ ഇൻസ്ട്രക്ഷൻ. കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. താങ്ക് യു സോ മച്ച്.